കർക്കിടകം പഞ്ഞമാസമാണെന്ന് പറയുന്നത് വെറുതെ ഒന്നുമല്ല കേട്ടോ. നമ്മളെ കർക്കിടകം മൊത്തത്തിൽ പഞ്ഞക്കിട്ട് പോയി ഗൈസ്. നമ്മൾ കർക്കിടകം തുടങ്ങിയ അന്ന് മുതൽ സ്റ്റിൽ കിടപ്പിലായിപ്പോയി ഗൈസ്. ഒന്നും പറയേണ്ട, പനി, തലവേദന, ജലദോഷം, തൊണ്ടവേദന, ചുമ എന്ന് വേണ്ട എല്ലാ കുന്ത്രാണ്ടങ്ങളും ഉള്ളതിൻ്റെ കൂടെ തന്നെ എൻ്റെ കാര്യം മൊത്തത്തിൽ പോക്കായിപ്പോയി. വീട്ടിൽ കുറച്ചെങ്കിലും ആരോഗ്യത്തോടു കൂടി എഴുന്നേറ്റ് വരുന്ന ഒരേ ഒരാൾ ഞാൻ മാത്രമായിരുന്നു. 5-6 ദിവസമായിട്ട് വെറും രാവിലെ കഞ്ഞി, ഉച്ചക്കഞ്ഞി, രാത്രി കഞ്ഞി, ഈ കഞ്ഞിക്കുടിയിൽ മാത്രമാണ് നമ്മൾ ജീവിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഹെയർ ഫോൾ കിട്ടി. അതിൻ്റെ കൂടെ കുനുമേൽ കുരു എന്ന് പറയുന്ന മാതിരി 2 സാധനം ഒരുമിച്ച് വന്നു. ഒന്ന് പീരീഡ്സായി, അതിൻ്റെ കൂടെ തന്നെ അണ്ണിയിൽ പല്ല് വരൂലേ, വായിൽ കുറച്ച് ബാലൻസ് ആയിട്ട് സ്പേസ് കിടക്കുന്നുണ്ടല്ലോ, അവിടെ ഒരു പല്ല് വരുന്നുണ്ട് മേലെ ഭാഗത്ത്, അതിൻ്റെ ഒരു വേദന. പല്ല് വന്നിട്ടില്ല സ്റ്റിൽ. അപ്പോൾ ഇപ്പോഴും എൻ്റെ വായിൽ ആ സ്പേസ് അങ്ങനെ നിൽക്കുകയാണ്. ഗർഭിണിയായിട്ടിരിക്കുകയാണ് ഞാൻ. ഇപ്പോഴും ഒരു ലേബർ പെയിന് സഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതുവരെ ആ കുട്ടി പുറത്തേക്ക് വന്നിട്ടില്ല. കുട്ടി എപ്പോഴാണ് വരിക എന്നിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഈ വേദനകളെല്ലാം കൂടി പിടിച്ചമർത്തി കർക്കിടകം മൊത്തത്തിൽ ഒന്നുകൂടി ഒന്ന് നമ്മളെ കുത്തി ഉടച്ചങ്ങനെ വീഴ്ത്താൻ നോക്കി. പക്ഷേ ഞാനങ്ങനെ വിട്ടുകൊടുത്തില്ല ഗൈസ്. ഞാൻ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുന്നു.